നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കമ്പനി നിർമ്മിച്ച ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത അബിൻ ജോസഫ് തിരക്കഥ എഴുതിയ ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. അനുരാജ് മനോഹറിൻ്റെ നരിവേട്ട. സംവിധായകൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ പേര് ഉച്ചരിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു പുതുമുഖ സംവിധായകൻ്റെ തപ്പിത്തടയലുകളൊന്നും തന്നെ ഇല്ലാതെ, അങ്കലാപ്പുകളൊന്നും തന്നെ ഇല്ലാതെ ആദിമധ്യാന്തം ഭംഗിയായി തനിക്ക് പറയാനുള്ള കാര്യം ഭംഗിയായി പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മുടെ മുന്നിൽ എത്തിച്ചു എന്നുള്ളതാണ് നരിവേട്ടയുടെ ഈ സംവിധായകൻ നരിവേട്ടയിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ആദിമധ്യാന്തം, ഈ സിനിമ ആദിമധ്യാന്തം. ആദ്യം നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരാളെ അന്വേഷിച്ച് കുറേ പോലീസുകാരാണെന്ന് അവരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ ഒരാളെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരാൾ, ആ ആളെ അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. അതിനു മുൻപ് അയാൾ ഒരു കാമുകനായിരുന്നു. ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥയായ ധനികയായ ഒരു പെൺകുട്ടിയുടെ കാമുകൻ. ഇയാൾ പക്ഷേ വലിയ ജോലികളാണ് ചെയ്യുകയുള്ളൂ എന്ന പിടിവാശിക്കാരനായ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമാണ്. ഇയാൾ പിടിവാശിക്കാരനാണ്. അയാളുടെ കുടുംബത്തിലെ അംഗങ്ങളൊന്നും അങ്ങനെ വലിയ ജോലികളൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളല്ല. അമ്മയാണെങ്കിലും അമ്മാവനാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി, സർക്കാർ ജോലിയാണല്ലോ, അതൊരു നല്ല ജോലിയാണല്ലോ, പെൻഷനാണല്ലോ അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം, കാര്യങ്ങൾ ഒക്കെ ഉള്ളത്, അത് കിട്ടുക നല്ലത്. പക്ഷേ ഈ വർഗീസ് പീറ്റർ എന്ന ഈ കഥാപാത്രം അങ്ങനെ ചെറിയ ജോലികളൊന്നും ചെയ്യാൻ തയ്യാറായി വരുന്നില്ല. അയാൾക്ക് വേണ്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള, അല്ലെങ്കിൽ പോലീസ് SI സെലക്ഷൻ, ഇതൊക്കെയാണ് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അയാളുടെ കാമുകിയെ തനിക്ക് കെട്ടിച്ചു തരാൻ പറ്റില്ല എന്ന് അയാളുടെ കാമുകിയുടെ അപ്പച്ചൻ, ചെറിയച്ഛൻ, ഇവരൊക്കെ ചേർന്ന് പറയുന്നത്. തനിക്ക് ജോലിയില്ല, കുടുംബം പോറ്റാനുള്ള കഴിവില്ല. അങ്ങനെയാണ് അയാൾ ആ കോൺസ്റ്റബിൾ ആയി മാറുന്നത്. കോൺസ്റ്റബിൾ ആയതിനു ശേഷം അയാളുടെ അപ്പോഴും അയാൾ പഠിക്കുകയാണ്. അത് ഉന്നതമായ ഒരു ജോലിക്ക് വേണ്ടി അയാൾ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അയാളെ മുത്തങ്ങ എന്ന് പറയുന്നില്ലെങ്കിലും മുത്തങ്ങ പോലെയുള്ള ഒരു ഏരിയയിലേക്ക്, അവിടെ കുടിൽ കെട്ടിയ ആദിവാസികൾ സമരത്തിലാണ്, അവിടെ പോയി പോലീസുകാരെ ഗവൺമെൻറ് അയക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണം, അവരെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ആദിവാസികളെ പരിചയപ്പെടുന്നത്. അവരുടെ തന്നെ ഭാഷയിലാണ് സിനിമ പോകുന്നത്. സബ് ടൈറ്റിലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്കത് വ്യക്തമായിട്ട് ഇതെന്താണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് ആദിവാസികളുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അവിടെ അവർക്ക് ഭൂമി കൊടുക്കാം എന്ന് ഗവൺമെൻറ് വാഗ്ദാനം നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം, 1 വർഷം കഴിഞ്ഞതിനിപ്പുറവും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വീടുകൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുടിലുകൾ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് വനഭൂമി, സർക്കാർ കൈവശത്തിലുള്ള വനഭൂമി കയ്യേറി അവർ കുടിൽ കെട്ടുന്നത്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള സംഘത്തിലെ അംഗമാണ് നമ്മുടെ ഈ വർഗീസ് പീറ്റർ എന്ന ഈ കഥാപാത്രം. അവിടെ വെച്ചാണ് അയാൾ ബഷീർ എന്ന ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം വളരെ വലിയൊരു സൗഹൃദമായിട്ടൊക്കെ വളരുന്നുണ്ട്. അയാൾ തൻ്റെ ജീവിതം തന്നെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വേണ്ട എന്ന് വെച്ചാലും പിന്നെ പോകെ നമ്മൾ ഇതിനോട് ഇഴകിച്ചേർന്ന് ഈ ജോലി ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കും എന്നൊക്കെ പറഞ്ഞു.
പറഞ്ഞുകൊണ്ടാണ് സുരാജ് വെഞ്ഞാറമൂടാണ് ബഷീറിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വർഗീസ് പീറ്റർ മുത്തങ്ങ ഓപ്പറേഷനായി, അല്ലെങ്കിൽ മുത്തങ്ങ പോലെയുള്ള, മുത്തങ്ങ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ, മുത്തങ്ങ പോലുള്ള ആ ഓപ്പറേഷനിലേക്ക് ചെല്ലുകയാണ്. ആദിവാസികളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അയാൾ ഒരു മുൻകോപക്കാരനാണ് എന്നുള്ളതൊക്കെ നമുക്ക് തുടക്കത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നാട്ടിൻ പുറത്ത് അയാളൊരു മുൻകോപക്കാരനായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുകളും നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സംവിധായകൻ അത് കാണിക്കുന്നില്ല. ഗുരുവായൂരമ്പല നടയിൽ എന്ന ഒരു സിനിമയിലെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ആ കഥാപാത്രം മുൻകോപിയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ്. അത് ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഇക്കാലത്ത് പ്രഥമ ഗണനീയമായിട്ടുള്ള കാര്യം. എന്തെന്നാൽ കൊറോണയുടെ വകഭേദം വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ വകഭേദമായിട്ട് വേറൊരു രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാക്ടീരിയൽ ഒരു ഫീവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം പ്രതിവിധിയായിട്ട്, അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കവചപ്രാശം എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. 1400 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മൾ ലേഹ്യമാണ്. 42 തരത്തിലുള്ള മൂലികകൾ അടങ്ങിയിട്ടുള്ള മരുന്നുകളുടെ ഒരു എക്സ്ട്രാക്റ്റ് എലമെൻ്റ് എടുത്തുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്. കുങ്കുമപ്പൂവുണ്ട്, നെല്ലിക്കയുണ്ട്, ഇതിൽ ബ്രഹ്മിയുണ്ട്. അപ്പം നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, ഓർമ്മശക്തി ഉണ്ടാവും, നല്ല 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 പവർഫുൾ ആയിട്ടുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. കൊറോണയുടെ കാലത്തിൽ, കൊറോണ വന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് അധികം ചിലവായ ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇത് കഴിച്ചവർക്ക് ആർക്കും തന്നെ അന്ന് കൊറോണ വന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മഴക്കാലത്ത് പനി പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്കിത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 1400 രൂപയുള്ളൂ ഇതിൻ്റെ വില. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഇത് വീട്ടിൽ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ, ഈ വിദേശത്താണെങ്കിൽ പോലും നിങ്ങൾക്കത് എത്തിച്ചു തരുന്നതാണ്. പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം ആനന്ദൻ എന്ന ആ കഥാപാത്രം മുൻകോപിയാണ് എന്ന് പിന്നീടല്ല, ആദ്യം മുതലേ തന്നെ പറയുകയാണ് മുൻകോപിയായിരുന്നു എന്ന്. അത് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കുന്നുമുണ്ട്. ഇവിടെ നാട്ടിൻ പുറത്ത് വെച്ച് ഇയാൾ മുൻകോപിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും അവിടെ കാണിക്കുന്നില്ല. പകരം ഇയാൾ പോലീസിലെത്തിയതിനു ശേഷമാണ് മുൻകോപിയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ ഓപ്പറേഷനിൽ അയാൾ അടിക്കുന്നുണ്ട്, ഒരാളെ അടിക്കുന്നുണ്ട്, പ്രായമായ ഒരാളെ ചെന്ന് SI പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അയാൾ ചെന്ന് അടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചിട്ട് അവസാനം ഇയാൾ ദയാവായ്പുള്ള ഒരാളായിട്ട് മാറുന്നു ഒക്കെയുണ്ട്. അത് കഥാപാത്രവൽക്കരണത്തിൽ വന്ന ഒരു കുഴപ്പം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. ഈ ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തെ, അല്ലെങ്കിൽ ടൊവിനോ തോമസിന് ലൂസിഫറിൽ കിട്ടിയ കഥാപാത്രങ്ങൾക്ക് മുൻപുള്ള കഥാപാത്രം എടുത്ത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സ്റ്റൈൽ എന്ന സിനിമ ഒഴികെ ബാക്കി എല്ലാ സിനിമകളിലും ഇയാൾ തല്ലുമേടിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അഴകുഴമ്പനായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ ടൊവിനോ തോമസിന്റെ പൊട്ടൻഷ്യൽ അതല്ല. ആ മുഖത്ത് വിരിയുന്ന ഭാവത്തിന് പറ്റിയ രീതിയിലുള്ള കഥാപാത്രങ്ങളെ, ശക്തമായ കഥാപാത്രങ്ങളെ കൊടുക്കുവാനായിട്ട് തിരക്കഥാകൃത്തുക്കൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സിനിമയിൽ ആദ്യം മുതലേ അതങ്ങനെ വരണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതങ്ങനെ വന്നില്ല. പിന്നീട് അയാൾ ദയാവായ്പുള്ള ഒരാളായിട്ട്, ഈ ആദിവാസികളോട് ദയാവായ്പുള്ള ഒരാളായിട്ടൊക്കെ മാറുന്നതായിട്ടൊക്കെ കാണുന്നത്. അത് കഥാപാത്രവൽക്കരണത്തിൽ വന്ന അപജയമാണ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. പക്ഷേ ഈ സിനിമ ആദ്യമധ്യാന്തം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ കഥാപാത്രത്തിന്റെ രൂപീകരണത്തിലുള്ള ആ പ്രശ്നത്തെ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ. പക്ഷെ മെയിൻ വേഷമാണല്ലോ, മുഖ്യ കഥാപാത്രമാണല്ലോ, പ്രോട്ടാഗണിസ്റ്റ് ആണല്ലോ ഈ നമ്മുടെ ആന്റണി പീറ്റർ എന്ന ഈ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയുവാനായിട്ടും സാധിക്കുകയില്ല. ഈ കാര്യമാണ് നമുക്കിവിടെ എടുത്തു പറയുവാനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ കാണുന്നത് ഈ ആദിവാസികളുടെ പ്രശ്നം ഉണ്ടാകുന്ന, അവിടെ പോലീസ് വെടിവെപ്പ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു പോലീസുകാരനെ കൊന്നു, ഈ ആദിവാസികൾ കൊന്നു എന്നാണ് പറയുന്നത്. ആദിവാസികളിൽ ഒരുത്തൻ
കൊന്നു, അതുകൊണ്ടാണ് പോലീസുകാർ വെടിവെച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളെ പോലീസുകാർ തന്നെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫോഴ്സിൽ വന്ന വേറൊരു ഫോഴ്സിൽ വന്ന ആൾക്കാരൊക്കെ ചേർന്ന് ഇയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസിന്റെ ആവശ്യത്തിന് പുറത്തുനിന്ന് വന്ന ഫോഴ്സ് എങ്ങനെ അനുകൂലമായി എന്നുള്ള കാര്യമാണ് നമുക്കവിടെ ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഈ പോലീസുകാരനെ കൊന്നത് വേറെ കുറെ പോലീസുകാർ ചേർന്നായിരുന്നു എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവിടെ വെടിവെപ്പ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. സിനിമ സംവിധായകന്റെ കലയാണ് എന്ന് കരുതി നല്ല രീതിയിൽ നല്ല ഫ്രെയിമുകളൊക്കെ ഒരുക്കി കുറെ സാധനം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ ഉള്ളിൽ യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഈ സിനിമ ആദ്യമധ്യാന്തം കണ്ടിരിക്കാം എന്ന് പറഞ്ഞത് ആ സംവിധായകന്റെ അനുരാജ് മനോഹർ എന്ന സംവിധായകന്റെ കഴിവുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ആദ്യമധ്യാന്തം കണ്ടിരിക്കാം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അങ്ങനെ ഈ സിനിമയിൽ അവസാനം ചേരൻ അവതരിപ്പിക്കുന്ന കേശവദാസ്, SP കേശവദാസാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഇയാൾ തെളിയിക്കുകയാണ് പോലും. ഇയാൾ കോടതിയിൽ തെളിയിക്കുകയാണ് ഇയാളാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്തു, 5 പേരെ വെടിവെച്ച് കൊന്നു, എന്നിട്ട് അവരെ പെട്രോൾ ഒഴിച്ചോ മണ്ണെണ്ണ ഒഴിച്ചോ പഞ്ചസാരയൊക്കെ ഇട്ട് അവരെ കത്തിച്ചു കളഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അവിടെയും വേറൊരു കാര്യമുണ്ട്. പഞ്ചസാരയൊക്കെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു പൊടി പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവർ അവിടെ നിന്ന് അവസാനം അസ്ഥികൂടമൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അത് തിരക്കഥയുടെ ഉള്ളിൽ വന്ന പ്രശ്നങ്ങളാണത്. സംവിധായകന്റെ ഉള്ളിൽ വന്ന സംവിധായകന്റെ കയ്യിൽ നിന്ന് വന്ന പ്രശ്നമല്ല അത്. വേണമെങ്കിൽ അത് സംവിധായകന്റെയും കയ്യിൽ നിന്ന് വന്ന പ്രശ്നമാക്കി മാറ്റാം. ഇതെല്ലാം സംവിധായകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമധ്യാന്തം ഒരു ശബ്ദം കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം പോലും സംവിധായകന്റെ നിർദ്ദേശാനുസരണമായിരിക്കണം. ഒരു ഫ്രെയിമിൽ ഒരു വെളിച്ചം വരണമെങ്കിൽ പോലും അത് സംവിധായകന്റെ ഇഷ്ടാനുസരണമായിരിക്കണം. ഇപ്പൊ ക്യാമറമാൻ പറയാണ് ഈ വെളിച്ചം വെക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സംവിധായകന്റെ മനസ്സിൽ അത് ഓക്കെ ആണെങ്കിൽ സംവിധായകൻ അത് ഓക്കെ പറയും. അപ്പൊ അത് ആ സിറ്റുവേഷൻ, ആ സീക്വൻസിന് യോജിച്ച തരത്തിൽ അത് വരികയും ചെയ്യും. അതാണ് വരേണ്ടത്. ഇവിടെ അതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ വിജയാണ് ഇതിന്റെ ഛായാഗ്രാഹകൻ, ജെയ്റ്റ്സ് ബിജോയ് ഇതിന്റെ സംഗീത സംവിധായകൻ. ഇതൊന്നും ഒരു കുഴപ്പമില്ല. എഡിറ്റിങ് ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ സിനിമയ്ക്കകത്ത് വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് അതാണ്. അതൊരു കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമല്ല, എന്നാൽ കുഴപ്പമല്ലേ എന്ന് ചോദിച്ചാൽ എന്നാൽ കുഴപ്പമാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ആദ്യമധ്യാന്തമുള്ള ഒരു സാധനമാണല്ലോ. അതിനകത്ത് എവിടെയെങ്കിലും ഒരു കുഴപ്പം വന്നു എന്നത് വേണ്ട, ആ കുഴപ്പം കുഴപ്പമല്ല. പക്ഷെ മെയിൻ കഥാപാത്രത്തിന്റെ രൂപീകരണത്തിലാണ് ഈ കുഴപ്പമെങ്കിലോ അത് പ്രശ്നമായിട്ട് വരും. കഥാപാത്ര രൂപീകരണത്തിൽ തന്നെയാണ് പ്രശ്നം ഇവിടെ സംഭവിച്ചിരിക്കുന്ന. ടൊവിനോ തോമസിന്റെ വർഗീസ് പീറ്ററെ രൂപീകരിച്ചതിൽ പിന്നീട് ഇയാള് ഈ കാര്യങ്ങളൊക്കെ കാമുകിയോട് പറയുമ്പോൾ അവളും ഇയാളുടെ പക്ഷത്തേക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അവളുടെ അപ്പച്ചൻ വന്ന് പറഞ്ഞു തന്നെ കല്യാണം കഴിപ്പിക്കാൻ വിടില്ല, തന്റെ കൂടെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. എന്റെ കഴുത്തിലൊരു താലി കെട്ടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇവർ തമ്മിലൊരു സമാഗമം വരുന്നതിലും ഒരു അസ്കിതയില്ലേ എന്നുള്ള കാര്യമാണ് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വിട്ടുകളയാം. പക്ഷെ മെയിൻ കഥാപാത്രമായ ഈ കഥാപാത്രത്തിന് സംഭവിച്ച അപജയത്തെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് കഥാപാത്ര രൂപീകരണം ശക്തമായിട്ട് വന്നില്ല എന്നാണ് പറയുന്നത്. തിരക്കഥയുടെ ഉള്ളിൽ നിന്നും സംവിധായകൻ കണ്ടെത്തിയ ഫ്രെയിമുകൾ ഒക്കെ അടിപൊളി എന്ന് തന്നെ പറയാം. പക്ഷെ അത് മാത്രം പോരല്ലോ, ഇത് നമ്മളെ വലിച്ചു കൊണ്ടുപോകണം, ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അത് ഇവിടെ സംഭവിച്ചിട്ട് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പട്ടികയുടെ ശരീരത്തിൽ തീപിടിക്കുന്നതും കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നതും ഒക്കെ നല്ലത് തന്നെ, ഒക്കെ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവരെ കുഴിച്ചിട്ടിട്ട് മണ്ണെണ്ണ വെച്ച് തീ കത്തിക്കാനായിട്ട് പറയുന്ന സമയത്ത് വർഗീസ് പീറ്റർ ഛർദ്ദിക്കുന്നുണ്ട്. അയാൾക്ക് ഓക്കാനും വന്ന് അയാൾ ഛർദ്ദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നത്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഇതെല്ലാത്തിനും ഒരു പരിഹാരമുണ്ടായിരുന്നു എങ്കിൽ ഇതൊരു ഉഗ്രൻ ഒരു സിനിമയായിട്ട് മാറുമായിരുന്നു എന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഈ സിനിമയ്ക്കകത്ത് CK ജാനുവിന്റെ വേഷത്തിലെത്തിയ ആ ശാന്തി എന്ന വേഷത്തിലെത്തിയ ആര്യ സലീം എന്ന നടിക്ക് ഈ പറയുന്ന നമ്മുടെ
CK ജാനുവുമായിട്ട് ഒരു സാമ്യമുണ്ട്, മുഖത്തിനൊരു സാമ്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന് CK ജാനുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നതുമില്ല. അയാളെയും പ്രൊമോട്ട് ചെയ്യണമായിരുന്നു, അയാളെയും കൊണ്ടുവരണമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ അയാളെയും ഗീതാനന്ദനെയും കൊണ്ടുവരണമായിരുന്നു. അത് ഇവിടെ സാധിക്കുന്നില്ല. ഇതൊരു ഫിക്ഷനാണ്, മുത്തങ്ങയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരിക്കാം. പക്ഷേ നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് 2023 നവംബർ എന്നൊക്കെ പറഞ്ഞ് 2003 നവംബർ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണല്ലോ. മുത്തങ്ങയുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് പട എന്ന ഒരു സിനിമയെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നത്. പട എന്ന സിനിമ അയ്യങ്കാളിപ്പട എന്ന ആ ഒരു ഫോഴ്സ്, ആ ഒരു വിപ്ലവ പാർട്ടി, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി കമാൽ സംവിധാനം ചെയ്ത പട എന്ന സിനിമയെ ഇവിടെ ഓർക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഈ രണ്ട് സിനിമയെ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും പറയുകയാണ്. ഇപ്പോൾ ആദ്യം കഥാപാത്രവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞല്ലോ. പൃഥ്വിരാജ് ഗുരുവായൂർ അമ്പലനടയിൽ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവിടെ കൊണ്ടുവന്നത്, സംവിധായകനും തിരക്കഥാകൃത്തും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അയ്യങ്കാളിപ്പടയുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ടാണ് നമുക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള ആഴം ഈ സിനിമയുടെ ഉള്ളിലേക്ക് കിട്ടിയില്ല. പക്ഷേ അതിന് പുറത്ത് ആ ഫ്രെയിമുകളിൽ കിട്ടാത്ത ഭംഗി ഈ സിനിമയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സിനിമ നരിവേട്ട എന്ന അനുരാജ് മനോഹറിന്റെ ഈ സിനിമ നല്ല ചടുലമായ ഫ്രെയിം വർക്കുകളിലൂടെ, ശില്പഭദ്രതയിലൂടെ മുന്നോട്ട് പോയി അവസാനിക്കുന്ന നല്ല ഒരു സിനിമ തന്നെയാണ് എന്ന കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്.